നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കുമരകംകാരുടെ സ്വപ്നം പൂവണിഞ്ഞു. കോണത്താറ്റ് പുതിയ പാലം താൽക്കാലികമായി തുറന്നു. യാത്രാക്ലേശത്തിന് വിരാമം. മറവൻ തുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെ തട്ടുവരെ വികസനം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി OR കേളു. മണിമലയുടെ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ച് വികസന സദസ്സ്. മണിമല വികസന സദസ്സിൽ നിറഞ്ഞ പങ്കാളിത്തം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒരുങ്ങി പാല. ഈ മാസം 15 മുതൽ 17 വരെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾ. 3800-ലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്നു. വാർത്തകൾ വിശദമായി. കുമരകം കോണത്താറ്റ് പുതിയ പാലം താൽക്കാലികമായി തുറന്നു. ടാറിംഗ് അടക്കം പൂർത്തിയാക്കി. പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് നടക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പുതിയ പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു നൽകി. നിർമ്മാണം പൂർണ്ണമാകാത്തതിനാൽ ഗതാഗതം ഒരു വശത്തുകൂടെ മാത്രമായി നിയന്ത്രിച്ചാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുന്നത്. മന്ത്രി VN വാസവൻ, പഞ്ചായത്ത്, പൊതുമരാമത്ത്, കിഫ്ബി പ്രതിനിധികൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. പാലത്തിന്റെ പ്രവേശന ഭാഗം റോഡ് നിരപ്പിലാക്കിയ ശേഷമാണ് വാഹന ഗതാഗതം ആരംഭിച്ചത്. ടാറിംഗ് അടക്കം പൂർത്തിയാക്കി. പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് മാത്രമാകും നടക്കുക. രാഷ്ട്രപതിയുടെ കുമരകം സന്ദർശനം ഈ മാസം 23-ന് നടക്കുന്നതിനാൽ പുതിയ പാലത്തിനൊപ്പം ബണ്ട് റോഡിലൂടെയും ഗതാഗതം തുടരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മറവൻ തുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി OR കേളു നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെ തട്ടുവരെ വികസനം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയം മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ IHDP നഗറിൽ അംബേദ്കർ ഗ്രാമപദ്ധതി പ്രകാരം നടപ്പാക്കിയ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെ തട്ടുവരെ വികസനം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതിന്റെ തെളിവാണ് അംബേദ്കർ ഗ്രാമവികസനം പോലുള്ള പദ്ധതികളെന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി 9 വർഷത്തിനിടയിൽ 750 കോടി രൂപ ചിലവിട്ടതായും മന്ത്രി OR കേളു പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് SC/ST വിഭാഗമാണ്. ആ SC/ST വിഭാഗത്തെ കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് നോക്കി കാണുന്നത് സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തി പോകേണ്ട കാര്യമുണ്ട്. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള, അവരുടെ സാമൂഹികപരമായിട്ടുള്ള, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൊതുസമൂഹത്തോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള ഇവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറവൻതുരുത്ത് IHDP കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രീതി, വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പോൾ തോമസ്, സീമ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല മേഖലയുടെ വികസനത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് മണിമല പഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നു. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണിമല ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുടനീളം നടക്കുന്ന ഈ വികസന സദസ്സ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇനി നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുമുള്ള ഒരു ആസൂത്രണത്തിൻ്റെ ഒരു പ്രക്രിയ കൂടിയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കുകയും അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാനും മണിമല പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ മേഖലയായ, കാർഷിക മേഖലയായ പഞ്ചായത്താണ്. കരിമനക്കുളം SH പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറിൽ തോമസ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യപ്രഭാഷണവും ഗ്രാമപഞ്ചായത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനവും നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S സജീഷും ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾ, നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MA ജസിയ ബീവിയും അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസമ്മ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ ഗോപിദാസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജെയിംസ് P സൈമൺ, മോളി മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജ ബാബു, PT ഇന്ദു, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 23ാമത് കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള നാളെ മുതൽ പാലായിൽ. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ 3800ഓളം കായിക താരങ്ങൾ
മാറ്റുരയ്ക്കും. 23ാമത് കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 15, 16, 17 തീയതികളിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. കോട്ടയം ജില്ലയിലെ 13 സബ് ജില്ലകളിൽ നിന്നായി 3800ഓളം വിദ്യാർത്ഥികൾ 97 ഇനങ്ങളിൽ മത്സരിക്കും. നാളെ രാവിലെ മാർച്ച് പാസ്റ്റോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. കോട്ടയം ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഹണീജ അലക്സാണ്ടർ പതാക ഉയർത്തും. ഫ്രാൻസിസ് ജോർജ് എം.പി. ഉദ്ഘാടനം നിർവഹിക്കും. മാൻസി കാപ്പൻമേലെ അധ്യക്ഷനാവും. 13 ഉപജില്ലകളിലായി നടന്ന ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളാണ് 3800ഓളം കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ മത്സരങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ സംഘാടക സമിതി വിളിച്ചു കൂട്ടുകയും ഓരോ കമ്മിറ്റികൾക്ക് രൂപപ്പെടുത്തുകയും ചെയ്തു. 17 വൈകുന്നേരം 4 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. കായികമേളയോടനുബന്ധിച്ച് ലോഗോ പബ്ലിസിറ്റി ചെയർമാൻ ബൈജു കുലമ്പറമ്പിൽ, കൺവീനർ ജോബി കുളത്തറ എന്നിവർ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്ററിന് നൽകി പ്രകാശനം ചെയ്തു. മാർച്ച് പാസ്റ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന സബ് ജില്ലയ്ക്ക് KSSTF ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ KM മാണി മെമ്മോറിയൽ ട്രോഫിയും പുതിയതായി ഏർപ്പെടുത്തി. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം നൽകുമെന്ന് കൺവീനർ രാജ്കുമാർ കെ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, കൗൺസിലർമാരായ ലീന സണ്ണി, ജോസ് ചീരാങ്കുഴി, AEO സജി KB, രാജേഷ് NY, റോജെ കെ മാത്യു, ഫാദർ റജുവാൻ സ്കറിയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മന്ത്രി വി.എൻ. വാസവന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഏറ്റുമാനൂരിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രതിഷേധക്കാർ MC റോഡ് ഉപരോധിച്ചു. പ്രതിഷേധിച്ചവരെ റോഡിൽ നിന്നും മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം വാക്കേറ്റത്തിലും ഉന്തിലും തള്ളിലും കലാശിച്ചു. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരിശങ്കർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ ആനന്ദ പഞ്ഞിക്കാരൻ, M. മുരളി, മറ്റ് നേതാക്കളായ സോബിൻ തെക്കേടം, റാഷ്മോൻ ഒട്ടാറ്റിൽ, വിഷ്ണു ചെമ്മുണ്ടവള്ളി, K. കൃഷ്ണകുമാർ, ചിഞ്ചു കുര്യൻ ജോയ്, ജോർജ് പയസ്, നിസാമുദ്ദീൻ, ബിനീഷ് ബെന്നി എന്നിവർ പ്രസംഗിച്ചു. മന്ത്രിയുടെ കോലം കത്തിച്ച പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3/4 മണിക്കൂറോളം നീണ്ട മൽപ്പിടുത്തത്തിനൊടുവിൽ ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി. തുടർന്ന് പ്രകടനവുമായി നഗരത്തിലെത്തിയ പ്രവർത്തകർ ഏറ്റുമാനൂർ കോട്ടയം MC റോഡ് ഉപരോധിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സംഭവത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശുചിമുറി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ ഓവർസിയറായിട്ടാണ് നിയമനം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മകൻ നവനീത് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ ഓവർസിയറായിട്ടാണ് നിയമനം. ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ സാന്നിധ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോട്ടയം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VU ഉപ്പുലിയപ്പന്റെ മുമ്പാകെ എത്തി നിയമന ഉത്തരവ് കൈപ്പറ്റിയാണ് നവനീത് ചുമതലയേറ്റത്. ഉടൻ തന്നെ വൈക്കത്തെ ഓഫീസിലെത്തിയും ജോലിയിൽ പ്രവേശിക്കും. ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ എല്ലാ ഉറപ്പും പാലിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇപ്പോൾ വേക്കൻസിയുള്ള പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള വൈക്കം താലൂക്കിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ തന്നെ ഓവർസിയറായി പോസ്റ്റ് ചെയ്യും. 2 വർഷത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ആയി വരിക. ആ നിലയിൽ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ഓർഡർ ദേവസ്വം ബോർഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് ജോയിൻ ചെയ്യാമെന്നതാണ്. വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൂടി വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വന്നതാണ്. ആ കുടുംബത്തിനെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ചേർത്ത് പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി ബിന്ദുവിന്റെ മകൻ നവനീതും പ്രതികരിച്ചു. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച മിനിസ്റ്ററിനും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും
എല്ലാം ഞാനിപ്പോൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വേർപാടിന് വേണ്ടി, എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച, അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രൊഫസർ CM കുസുമൻ, നവനീതിന്റെ ബന്ധു ഗിരീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മകളുടെ ചികിത്സാർത്ഥം എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു ആശുപത്രി കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുട്ടപർത്തിയിൽ നിന്നും ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്രയ്ക്ക് പൊൻകുന്നത്ത് സ്വീകരണം നൽകി. പൊൻകുന്നം ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും പൂർണ്ണകുംഭം നൽകി യാത്രയെ സ്വീകരിച്ചു. തുടർന്ന് രാജേന്ദ്ര മൈതാനത്ത് നടന്ന യോഗത്തിൽ സായിരാം വി മേനോൻ പ്രഭാഷണം നടത്തി. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണില്ലാത്തവർക്ക് ബാലികാസ് കുട്ടികളെ നമ്മൾ ചൊല്ലിപ്പഠിപ്പിച്ചു. ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവ ദേവ. മുഴുവൻ എല്ലാം സർവവും മമദേവ ദേവ. ഈ സനാതന ധർമ്മത്തിൽ ഒരു ഉപനിഷത്തിന്റെ പേര് ഈശാവാസ്യമിതം സർവം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പൊതുയോഗം നടത്തി. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന കള്ളപ്രചരണം തുറന്നുകാട്ടി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി BJP കോൺഗ്രസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് മാമൻ മാപ്പിള ഹാൾ പരിസരത്തു നിന്നും തിരുനക്കര മൈതാനത്തേക്ക് പ്രകടനവും നടന്നു. പൊതുയോഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം വിലപ്പോകില്ലെന്ന് മന്ത്രി പറഞ്ഞു. അവ വികസന രംഗത്ത് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ 900 കാര്യങ്ങളായിരുന്നു പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. അത് നടപ്പാക്കി ഏതാണ്ട് ബഹുഭൂരിപക്ഷവും തീർന്ന ഒന്നിലേറെ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് വരുന്നൊരു ഘട്ടത്തിലാണ് ഈ ഗവൺമെന്റിനെതിരായി പല രൂപത്തിലുള്ള കലാപങ്ങൾ അഴിച്ചുവിട്ടു നോക്കിയിട്ടൊന്നും ഒരു തരത്തിലും കളിച്ചു പിടിക്കുന്നില്ല. LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPI ജില്ലാ സെക്രട്ടറി VK സന്തോഷ് കുമാർ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, CK ശശിധരൻ, K സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ എയ്ഡഡ് മാനേജ്മെന്റുകൾ അഭിമുഖീകരിച്ച അധ്യാപക നിയമന പ്രതിസന്ധിക്കും മുനമ്പം നിവാസികൾ നേരിട്ട ഭൂപ്രശ്നത്തിനും LDF സർക്കാർ ശാശ്വത പരിഹാരം കണ്ടെത്തിയെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP. ഈ രണ്ട് വിഷയങ്ങളിലും കേരള കോൺഗ്രസ് എടുത്ത നിലപാടിനുള്ള അംഗീകാരമാണിതെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിന്റെ ഒരു തീരുമാനം, ഒരു ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ NSSന് അനുകൂലമായ തീരുമാനമെടുത്തു. അതേ സമാനമായ വളരെയധികം മാനേജ്മെന്റ് ഉണ്ട്. ക്രൈസ്തവ സഭയുടെ മാനേജ്മെന്റ് മാത്രം പല മാനേജ്മെന്റ് ഉണ്ട്. അവർക്കും ഇത് ബാധകമാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഇപ്പോൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് യോഗം ഉദ്യോഗസ്ഥലത്തിൽ വെച്ച് കൂട്ടുകയും ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വാദിച്ച് ഇത് കൊടുക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഏലിക്കുളം കൃഷിഭവൻ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുമായി സഹകരിച്ച് നൂതന പഴവർഗ്ഗങ്ങൾ അറിയേണ്ടവ എന്ന വിഷയത്തിൽ കാർഷിക പഠന പരിപാടി നടത്തി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ അഗ്രോ ബയോടെക് ഫാക്കൽറ്റി PC സെബാസ്റ്റ്യൻ പഠന പരിപാടിക്ക് നേതൃത്വം നൽകി. മൂലമറ്റത്ത് നിന്നും ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മാർസ്ലീവ മെഡിസിറ്റിയിൽ ബസിന് സ്വീകരണം നൽകി. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 8:20 മൂലമറ്റത്ത് നിന്നും മുട്ടം, നീലൂർ, കൊല്ലപ്പള്ളി, പാല വഴി മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് സർവീസ് നടക്കും. 10:10 മാർസ്ലീവയിൽ എത്തുന്ന ബസ് 10:40 തിരികെ പോകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരകംകാരുടെ സ്വപ്നം പൂവണിഞ്ഞു. കോണത്താറ്റ് പുതിയ പാലം താൽക്കാലികമായി തുറന്നു. യാത്രാക്ലേശത്തിന് വിരാമം. മറവൻ തുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെ തട്ടുവരെ വികസനം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി OR കേളു.
മണിമലയുടെ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ച് വികസന സദസ്സ്. മണിമല വികസന സദസ്സിൽ നിറഞ്ഞ പങ്കാളിത്തം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒരുങ്ങി പാല. ഈ മാസം 15 മുതൽ 17 വരെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾ. 3800-ലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.